മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 60. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മാധവ് തുറക്കത്തിനിടയിൽ ഞെട്ടി ഉണർന്നത്. ധൃതിയിൽ എഴുന്നേറ്റ് ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ഫോൺ കയ്യിലേക്കെടുത്ത് സൈലൻ്റ് ആക്കുമ്പോൾ അവൻ ആദ്യം നോക്കിയത് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ചുമ്മു എഴുന്നേറ്റ് എന്നാണ്. പിന്നീടാണ് ഫോൺ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് അവൻ ശ്രദ്ധിക്കുന്നത് തന്നെ. SI അരുൺ കോളിംഗ്. പേര് വായിച്ചപ്പോൾ തന്നെ മാധവിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. സമയം നോക്കിയപ്പോൾ വെളുപ്പിനെ മണി 3:30 ആയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെയൊരു കോൾ വരണമെങ്കിൽ ഒട്ടൊരാശങ്കയോടുകൂടിയാണ് ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ടവൻ അരുണിൻ്റെ കോൾ എടുത്തതും ചെവിയോരം ചേർത്ത് പിടിച്ചതും. സോറി സർ, ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ. മറുവശത്തു നിന്നും വരാൻ പോകുന്ന വാർത്ത അത്ര ശുഭകരമല്ലെന്ന് അരുണിൻ്റെ ആ സംസാരം തന്നെ അവന് മനസ്സിലാക്കി കൊടുത്തു. എന്താ അരുൺ, എന്താ പ്രശ്നം? മാധവിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ക്ഷണം നേരം കൊണ്ട് ഒരു കർമ്മനിരതനായ പോലീസ് ഓഫീസറായി കണ്ണൻ മാറിയിരുന്നു. സർ, ചെറിയൊരു പ്രശ്നമുണ്ട്. അരുണിൻ്റെ ശബ്ദത്തിൽ പതറിച്ച വ്യക്തമായി. കാര്യം പറയ്. ചോദ്യത്തോടൊപ്പം തന്നെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി നിന്നു. സർ, നമ്മുടെ ഏരിയയിലൊരു കേസ് നടന്നു. അതും 1 മണിക്കൂർ മുൻപ്. ഇൻഫോർമേഷൻ കിട്ടിയ ഉടൻ തന്നെ സ്പോട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ക്ലൂസ് ടീം വന്ന് സംഭവ സ്ഥലവും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനും വിട്ടു. ബോഡി ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട് സർ. മരിച്ച ആളിൻ്റെ വീട്ടുകാർ ഇപ്പോൾ വരും. അരുൺ അവിടെ നടന്ന കാര്യങ്ങൾ കണ്ണന് ചെറിയ രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു. എന്താ പ്രശ്നം? മാധവ് അപ്പോഴും ആ ചോദ്യം മാത്രമാണ് ചോദിച്ചത്. അത് സർ, ആളെ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പഴയ സ്ഥല MLA സുധാകരൻ. റോഡിലെ CCTV ഫുട്ടേജിൽ ആളെ വ്യക്തമാണ്. ക്ലൂസ് ടീമിനും അയാൾക്കെതിരായി എന്തൊക്കെയോ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. പാർട്ടിക്കാരാകെ ഇളകിയിരിക്കുക. അരുണിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ടൗണിലെ കാര്യങ്ങളുടെ ഏകദേശ ഗൗരവം കണ്ണന് മനസ്സിലായിരുന്നു. ഞാൻ വരാം. അതുവരെ ആക്ഷനൊന്നും എടുക്കണ്ട. ഓഫീസേഴ്സിനോട് ഞാൻ സംസാരിച്ചോളും. അവൻ തികച്ചും ഗൗരവത്തോടെ നിർദ്ദേശം നൽകി. ഇന്നും കൂടി സാറിന് ലീവല്ലേ? അരുണിനൊട്ടൊരു വല്ലായ്മ തോന്നി. കുഴപ്പമില്ലടോ, ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഞാൻ എത്താൻ നോക്കാം. അവൻ ഉറപ്പ് നൽകി. അരുണിൻ്റെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മാധവ് മുകളിലുള്ള ഓഫീസേഴ്സിനോട് സംസാരിച്ചു. ശേഷം കുറച്ചു നേരം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. റിസപ്ഷനിലേക്ക് വിളിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ആ സമയമായതിനാൽ അത് നടന്നില്ല. വില്ലേജ് സൈഡ് ആയതിനാൽ തന്നെ മറ്റ് ഓൺലൈൻ ആപ്പുകളുടെ സഹായവും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാർ റെൻറ്റിനെടുക്കിയേ പിന്നെ കണ്ണന് നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. ആരെക്കൊണ്ടെങ്കിലും പിന്നീട് തിരിച്ചു കൊടുപ്പിച്ചാൽ മതിയല്ലോ എന്നവൻ ഓർത്തു. ഒരു കാക്കക്കുളിയും കഴിച്ച് അവൻ വേഗത്തിൽ തന്നെ പോകുവാനായി ഒരുങ്ങി. അപ്പോഴും കട്ടിലിൽ കിടന്ന് സുഖമായി മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ചുമ്മു അവനിൽ വീണ്ടും ചോദ്യം ഉണർത്തി. അവളെ ഉണർത്തണോ വേണ്ടേ എന്നുള്ള സംശയം കണ്ണനുണ്ടായി. കാരണം സമയം വെളുപ്പിന് 4 മണിയാവുന്നേ ഉള്ളൂ. ഒരിക്കൽ ഈ തണുപ്പ് അടിച്ചുകൊണ്ടാണ് പെണ്ണിന് പനി പിടിച്ചത്. പോരാത്തതിന് അവൾക്ക് വയ്യാത്തതുമാണ്. ചെക്കൻ മെല്ലെ അവളുടെ നെറ്റിയിൽ കൈവച്ച് പനി നോക്കി. ചെറു ചൂടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെണ്ണിനെ അവൻ തട്ടി വിളിച്ചുണർത്താൻ നോക്കി. എവിടെ? എഴുന്നേക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും അവൾ കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. ഈ പെണ്ണ് ഇതിപ്പോൾ ഒരു നടയ്ക്ക് പോകുന്നു തോന്നുന്നില്ല. മുറിയിലേക്ക് കയറി വന്ന റൂം ബോയിയുടെ കയ്യിൽ അവൻ്റെയും ചുമ്മുവിൻ്റെയും ലഗേജ് കൊടുത്തു വിട്ടിട്ട് കണ്ണൻ ആ പെണ്ണിനെ അതേ ബ്ലാങ്കറ്റിൽ തന്നെ പൊതിഞ്ഞ് 2 കൈകളിലുമായി കോരിയെടുത്തു. ചുമ്മുവിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞുവെങ്കിലും അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു. അവളെയും കൊണ്ട് പടികളിറങ്ങി നേരെ അവൻ എൻട്രൻസിലേക്കാണ് പോയത്. അവിടെ പുറത്തായി കിടക്കുന്ന കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ അങ്ങോട്ടേക്ക് വന്ന റൂം ബോയിയുടെ സഹായത്തോടെ അവൻ തുറപ്പിച്ചു. പെണ്ണിനെ ശ്രദ്ധയോടെ സീറ്റിലേക്ക് ചായച്ചു കിടത്തി സീറ്റ് ബെൽറ്റും ഇടവപ്പിച്ചതിന് ശേഷമാണ് കണ്ണൻ തിരിച്ച് റിസപ്ഷൻ്റെ അരികിലേക്ക് ചെന്നതും റൂം ക്ലോസിംഗ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തും ഒക്കെ. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോഴും അവൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കിടക്കുന്നവളെ ഒന്ന് പാളി നോക്കി. ആളിപ്പോഴും ബ്ലാങ്കറ്റിൻ്റെ ചൂടും പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഇനിയും വെളുക്കാത്ത ആകാശം, ചുറ്റും കുറ്റക്കുറ്റിരുട്ട്. കൂട്ടിന്
മഞ്ഞ് പൊഴിയുന്നത് കൊണ്ടുള്ള അസ്ഥികൾ കോച്ചിപ്പിടിക്കുന്ന തണുപ്പും. ഈ പെണ്ണെന്നെ വഴിതെറ്റിക്കും. അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കാൻ അവന് കൊതി തോന്നിപ്പോയി. എങ്കിലും പെണ്ണിൻ്റെ നെറ്റിയിൽ പ്രണയത്തോടെ ഒന്ന് മുത്തിയിട്ടാണ് അവൻ ആ വണ്ടി മുന്നോട്ടേക്ക് എടുത്തത്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് കണ്ണൻ്റെ കാർ ഹൈവേയിലേക്ക് കയറി. അതും വേഗത കുറച്ചുകൊണ്ട്. കാരണം വഴിയിലെ മൂടൽമഞ്ഞ് അവനെ അതിൽ നിന്നും തടഞ്ഞു. ഇടയ്ക്കിടെ കാർ നിർത്തി ഹൈവേയുടെ ഓരത്ത് നടത്തുന്ന തട്ടുകടകളിൽ നിന്നും ഓരോ കട്ടനും കുടിച്ചുകൊണ്ടായിരുന്നു കണ്ണൻ ഡ്രൈവ് ചെയ്തത്. നേരം നന്നായി വെളുത്തു കഴിഞ്ഞപ്പോഴാണ് അവൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയത് പോലും. ഏകദേശം 9-9:30 ആയപ്പോഴേക്കും ചെക്കൻ്റെ വണ്ടി മേലേടത്തെ തറവാട് വീടിന് മുൻപിൽ ചെന്ന് ബ്രേക്ക് ചവിട്ടിയിരുന്നു. എന്താടാ, ഇത്രയും രാവിലെ എന്തിനാ വന്നേ? ചുമ്മുവിൻ്റെ പനി എങ്ങനുണ്ട്? അവക്ക് വീണ്ടും വയ്യാതായോ? ഡോർ തുറന്ന് സീറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ ഉണർത്താതെ അതുപോലെ തന്നെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് വീടിൻ്റെ പടികൾ കയറുമ്പോൾ ഓഫീസിലേക്ക് പോകുവാനായി ഇറങ്ങിയ കൃഷ്ണദാസ് ആദിയോടെ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ഒന്നുമില്ല അച്ഛേ, എനിക്ക് സ്റ്റേഷനിൽ പോയിട്ടൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് നേരത്തെ പോന്നതാ. ധൃതിയിൽ പെണ്ണിനെ അവളുടെ മുറിയിലെ കട്ടിലിന് മുകളിലേക്ക് കിടത്തുന്നതിനിടയിൽ മാധവ് ശബ്ദം താഴ്ത്തി അറിയിച്ചു. ഓ, ഞാൻ പേടിച്ചു പോയി. അല്ല, നീ ഇപ്പോൾ തന്നെ പോവുകയാണോ? ചുമ്മുവിനെ കിടത്തിയ ഉടൻ തന്നെ ഉമ്മറത്തേക്ക് നടക്കുന്ന മകനെ കണ്ടപ്പോൾ കൃഷ്ണദാസ് വീണ്ടും സംശയിച്ചു. എമർജൻസി ആച്ചേ, പോവാതെ പറ്റില്ല. മുറ്റത്തേക്കിറങ്ങി ഷൂ ഇടുന്നതിനിടയിൽ അവൻ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും മായയും സാവിത്രിയും കൂടെ ഉമ്മറത്തെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. മോനെ, പ്രാതലായിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പൊയ്ക്കൂടെ? അവൻ കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്ന കണ്ട സാവിത്രി സ്നേഹത്തോടെ ചോദിച്ചു. വേണ്ട അമ്മായി, ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങിപ്പിച്ച് കഴിച്ചോളാം. ആ പിന്നെ ചുമ്മാ എഴുന്നേൽക്കുമ്പോൾ ഫുഡ് കഴിപ്പിച്ചിട്ട് അവക്കുള്ള മരുന്ന് കൊടുക്കാൻ മറക്കല്ലേ. കാറിൻ്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ലഗേജ് എടുത്ത് ഉമ്മറത്തേക്ക് വെക്കുന്നതിനിടയിൽ അവിടെ നിൽക്കുന്നവരെ നോക്കി അവൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. ഇതിപ്പോൾ ഞാനെന്താ ഇവിടെ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? റിസോർട്ടിൽ നിന്ന് ഞാൻ എപ്പോഴാണ് വന്നേ? ഉച്ചയായപ്പോൾ പതിയെ കട്ടിലിൽ തലപൊക്കി എഴുന്നേറ്റിരുന്നവൾക്ക് വെളിവ് വരാൻ കുറച്ചേറെ നേരം വേണ്ടിയെടുത്തു. സമയം ഒരുപാടായിരുന്നോ? ചുവരിലെ ക്ലോക്കിൽ മണി 12 അടിക്കുന്നത് കേട്ടപ്പോഴാണ് സമയം പോലും ചുമ്മാ ശ്രദ്ധിച്ചത്. മെല്ലെ കട്ടിലിൽ നിന്ന് ഇറങ്ങിയവൾ ആങ്ങി തൂങ്ങി ഇട്ടുമാറാനുള്ള തുണി എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും അവൾ കുറുക്കപ്പിച്ചിൽ തലനേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കുളിയും കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സ്വന്തം ഫോൺ ബെഡിൽ കിടന്നടിക്കുന്നത് പെണ്ണ് കേട്ടത്. ഇതിപ്പോൾ ആരാണോ എന്തോ. തല തുവർത്തിക്കൊണ്ടിരുന്ന ടവൽ അവിടെ കിടന്ന കസേരയിലേക്ക് അലസമായി ഇട്ടിട്ട് സാവധാനത്തിൽ ചുമ്മാ ഫോണിനരികിലേക്ക് നടന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.